മലയാള സിനിമ ഇന്നോളം കണ്ടിട്ടുള്ളതിലേക്ക് വെച്ച് ഏറ്റവും വലിയൊരു ചലച്ചിത്രം, മലയാളത്തിലെയും ഇന്ത്യയിലെയും സിനിമാ പ്രേമികളാകെ ആവേശത്തോടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ചലച്ചിത്രമായിരുന്നു ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായി പുറത്തിറങ്ങിയിട്ടുള്ള എമ്പുരാൻ. എമ്പുരാൻ ചിത്രം പുറത്തേക്ക് ഇറങ്ങുന്നു. അതിൻ്റെ ആദ്യ ദിനം മുതൽ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നേരത്തെ RV ബാബു സൂചിപ്പിച്ചതുപോലെ വിമർശനമോ വിയോജിപ്പുകളോ അല്ല, ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണങ്ങളും വിദ്വേഷ പ്രചരണവുമാണ് കഴിഞ്ഞ 2 ദിവസമായി സംഘപരിവാരത്തിൻ്റെ നേതൃത്വം മുതൽ സൈബർ അണികൾ വരെയുള്ള ആളുകൾ കേരളത്തിനകത്ത് അങ്ങേയറ്റം ഭീകരമാംവിധം അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട, ഇതിനു മുൻപ് നമുക്കാർക്കും കണ്ട് പരിചിതമല്ലാത്ത രൂപങ്ങളിലൂടെയാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രധാനമായും ആ ചലച്ചിത്രത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. രാജ്യത്ത് നേരത്തെ അവതാരകൻ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ സംഘപരിവാർ സ്പോൺസേർഡ് ആയിട്ടുള്ള പ്രൊപ്പഗണ്ട ഫിലിംസ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു പാൻ ഇന്ത്യൻ ചലച്ചിത്രം വരുന്നത്. ആ ചലച്ചിത്രത്തിനകത്ത് ഇപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട് ഏതൊരാൾക്കും സിനിമകളുമായി ബന്ധപ്പെട്ട് വിമർശനം ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും സംവാദങ്ങളും ഒക്കെ നമ്മുടെ പൊതുസമൂഹത്തിനകത്ത് നടന്നു വരുന്നതാണ്. ഈ സിനിമ മുന്നോട്ട് വെച്ച പ്രധാനമായും 3 കാര്യങ്ങളാണ് ഇവരെ പ്രകോപിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ആ ചലച്ചിത്രം കണ്ടതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊന്ന്, ഇതിൻ്റെ കഥാവസ്ഥ, ഇത് 20 മിനിറ്റോളം സമയം 2000-ൻ്റെ തുടക്കത്തിൽ നടന്ന ഗുജറാത്ത് കലാപത്തെ അനുസ്മരിപ്പിക്കുന്ന നിലയിലാണ് അതിൻ്റെ ആദ്യഘട്ടത്തിലെ കഥാമുഹൂർത്തം. സ്വാഭാവികമായും ഈ കഴിഞ്ഞ 2002-ലെ ഗുജറാത്ത് കലാപത്തിൻ്റെ ഘട്ടം മുതൽ ഇങ്ങോട്ട് പുറത്തു വന്നിട്ടുള്ള വിവിധങ്ങളായ വിവരണങ്ങൾ, ഞാൻ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിലിംഗിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. വിവരണങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ളതും നമ്മൾ വായിച്ചിട്ടുള്ളതും നമ്മൾ അറിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള പലതും ചലച്ചിത്രത്തിനകത്ത് ആവർത്തിച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ്, ആവർത്തി സൂചിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതിനകത്തുള്ള ഒന്നാമത്തെ ഭാഗം. രണ്ടാമതായി, സംഘപരിവാർ രാജ്യത്തിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ നാടിനകത്ത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരള വിരുദ്ധതയെ സംബന്ധിച്ചുള്ള മെൻഷനിങ് അതിനകത്ത് വളരെ കൃത്യമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സമീപകാലത്ത് ഈ 2025 ഉൾപ്പെടെ നരേന്ദ്രമോദി അധികാരത്തിലുള്ള കാലഘട്ടത്തിൽ, അമിത്ഷാ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ രാജ്യത്തിനകത്തെ അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എതിരഭിപ്രായമുള്ള മനുഷ്യരെ എങ്ങനെ വേട്ടയാടുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള മെൻഷൻ കൃത്യമായി ചലച്ചിത്രത്തിനകത്തുണ്ട്. സ്വാഭാവികമായും ഇതെല്ലാം എത്രമാത്രം ഇവരെ പ്രകോപിപ്പിക്കും എന്നുള്ളത് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ എത്ര നികൃഷ്ടമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച പല ഘട്ടത്തിലും ഇതിനെ വളരെ ചുരുക്കി കെട്ടുന്ന നിലയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള അഭിപ്രായം നമുക്കുണ്ട്. കാരണം അതിനപ്പുറത്തേക്ക് എത്രമേൽ നികൃഷ്ടമായിട്ടാണ് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ജനനവുമായി ബന്ധപ്പെട്ടിട്ട്, പിതൃത്വവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അങ്ങേയറ്റം അശ്ലീലം കളന്നിട്ടുള്ള, പൊതുസമൂഹത്തിന് മുമ്പിൽ പറയാൻ കഴിയാത്ത നിലയിലേക്കുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ ഹാൻഡിലുകളുടെ ഭാഗത്തു നിന്ന്. അതേപോലെ തന്നെ ഈ പറയുന്ന ആളുകൾ പലരും ഇതിൻ്റെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളാണല്ലോ. IS ഫണ്ടിങ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ പൃഥ്വിരാജ് ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലാണ് തുടങ്ങിയിട്ടുള്ള എത്രമേൽ നികൃഷ്ടമായ ഈ വിദ്വേഷ യുവജന സംഘടനയുടെ ഭാരവാഹിയാണ് പൃഥ്വിരാജ്. ISIS-ന്റെ സ്വാധീനത്തിലാണെന്ന് ആരോപിക്കുന്നത്.